نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم قل إن كان آباؤكم وأبناؤكم وإخوانكم وأزواجكم وعشيرتكم وأموال اقترفتموها وتجارة تخشون كسادها ومساكن ترضونها أحب إليكم من الله ورسوله وجهاد في سبيله فتربصوا حتى يأتي الله بأمره والله لا يهدي القوم الفاسقين ഏറെ ആദരവുള്ള വിശ്വാസിനികളെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിനെ ഭയപ്പെട്ട് അവൻ്റെ നിർദ്ദേശങ്ങൾ പാലിച്ച് മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങൾ ഉൾപ്പെടുത്തി നമ്മൾക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യവിശ്വാസികളെ, നാം പുതിയ ഒരു വർഷത്തിലാണ്. മുഹറം മാസത്തിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ചയിലാണ് നാം. ഒരു വർഷം വീണ്ടും നമ്മിൽ നിന്ന് കൊഴിഞ്ഞു പോയി. ആ ഒരു വർഷത്തെ ഏടുകൾ പരിശോധിച്ച് നോക്കിയാൽ നാം ചെയ്ത നന്മകൾ എത്ര, തിന്മകൾ എത്ര എന്ന് നമുക്ക് മനസ്സിലാകും. നാം തന്നെ വിചാരം നടത്തിയ നന്മകളാണ് കൂടുതലെങ്കിൽ അത് വർദ്ധിപ്പിക്കുവാൻ ശ്രമിക്കുക. തിന്മകളാണെങ്കിൽ ഈ വർഷത്തെങ്കിലും ആ തിന്മകളിൽ നിന്ന് മാറി നിൽക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ഏതൊരു കാര്യത്തിനും വിശ്വാസികൾ അവലംബിക്കേണ്ടത് ഹിജ്റ മാസങ്ങളെയാണ്. സ്ത്രീകളുടെ ഇദ്ദ, പല വിധത്തിലുള്ള നോമ്പുകൾ തുടങ്ങിയ എല്ലാ ദീനിയായ കാര്യങ്ങളും അടിസ്ഥാനമാക്കുന്നത് ഇസ്ലാമിക കലണ്ടർ അനുസരിച്ചാണ്. പലപ്പോഴും നമ്മുടെ ജനന തീയതി, ബർത്ത്ഡേ ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് പറയാൻ സാധിക്കും. എന്നാൽ ഹിജ്റ ഏത് വർഷത്തിലാണ് ജനിച്ചത്, ഏത് മാസത്തിലാണെന്ന് ചോദിച്ചാൽ പലപ്പോഴും നമുക്കറിയില്ല. കാരണം നാം അതിന് വലിയ പ്രാധാന്യം നൽകാറില്ല എന്നുള്ളത് ഒരു വാസ്തവമാണ്. ഹിജ്റ എന്നുള്ളത്, അതിൽ നിന്ന് പല പാഠങ്ങളും നമുക്ക് ഉൾക്കൊള്ളാനുണ്ട്. മക്കയിൽ തൗഹീദ് അനുസരിച്ച് ജീവിക്കുവാൻ ഒരു വിധേയയും ശത്രുക്കൾ അവസരം നൽകാതിരുന്നത് കൊണ്ട് തന്നെ കൂടുതൽ ശക്തിയായ പ്രവർത്തനങ്ങൾ നടത്തുവാൻ വേണ്ടി തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും സ്വന്തം ജനിച്ചു വളർന്ന നാടും വീടുമൊക്കെ വിട്ട് മദീനയിലേക്ക് പോയ ആ സംഭവത്തെയാണ് നാം ഹിജ്റ എന്ന് പറയുന്നത്. ഹിജ്റ എന്ന് പറഞ്ഞാൽ അതൊരു യാത്രയാണ്. സാധാരണ യാത്രക്ക് നാം സഫർ എന്നാണ് പറയുന്നത്. സഫർ പോവുക എന്ന്. എല്ലാം ഉള്ളതെല്ലാം വെടിഞ്ഞ് എല്ലാം അള്ളാഹുവിൽ സമർപ്പിച്ച് അള്ളാഹുവിൽ മാത്രം തവക്കുലാക്കി അള്ളാഹുവിന്റെ ദീന നിലനിർത്തുവാൻ വേണ്ടി തൗഹീദ് അനുസരിച്ച് ജീവിക്കുവാൻ വേണ്ടിയുള്ള ഒരു പലായനമാണ് ഹിജ്റ എന്നുള്ളത്. കലണ്ടർ ഉണ്ടാക്കപ്പെട്ടത് ഉമർ റളിയല്ലാഹുവിന്റെ കാലത്താണ്. അതിനു മുമ്പ് ഇങ്ങനെ ഹിജ്റ കലണ്ടർ എന്നുള്ള കലണ്ടർ ഉണ്ടായി. സാധാരണ ഗ്രിഗോറിയൻ കലണ്ടർ തന്നെയായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അല്ലെങ്കിൽ ആമുൽ ഫീൽ എന്ന് അറബികൾ എണ്ണിയിരുന്നു. ആനക്കലഹ സംഭവം, കഅബ പഠിക്കുവാൻ വേണ്ടി അബ്രഹത്തും ശരിയും വന്ന സമയമാസ്പദമാക്കി ആ ആമുൽ ഫീലിന്റെ 1-ാം വർഷം, 2-ാം വർഷം, അതിനു മുമ്പ്, ശേഷം എന്ന് പറഞ്ഞ് എണ്ണിയിരുന്നു. അങ്ങനെ ഇസ്ലാമിക രാഷ്ട്രം നിലവിൽ വരികയും ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫയാവുകയും ചെയ്ത സമയത്ത് മുസ്ലിങ്ങൾക്ക് വേണ്ടി ഒരു കലണ്ടർ വേണമെന്ന്
സഹാബികൾക്കിടയിൽ ചർച്ചയാവുകയും ഏതിന്റെ അവലംബത്തിലാണിത് ഈ കലണ്ടർ തുടങ്ങേണ്ടത് എന്ന് പല ചർച്ചകളും നടന്നതിനു ശേഷം ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും മഹത്തായ സംഭവമായ ഹിജ്റയെ ആസ്പദമാക്കി കലണ്ടർ തുടങ്ങാമെന്ന് സഹാബികൾ തീരുമാനിച്ചു. അതനുസരിച്ചാണ് ഹിജ്റ കലണ്ടർ ആരംഭിച്ചത്. 1445 വർഷങ്ങൾ കഴിഞ്ഞു തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ഹിജ്റ പോയി. ഇന്ന് നമുക്കറിയാം, മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുവാൻ ഒരുപാട് സൗകര്യങ്ങളുണ്ട്. എങ്കിലും നമുക്ക് ഒരുപാട് നേരം ബസ്സിലിരിക്കുമ്പോൾ ആയാസം അനുഭവപ്പെടാറുണ്ട്. ആ കാലത്ത് റോഡുകളില്ലാതെ എങ്ങനെ പോയിട്ടുണ്ടാകും അവർ? മക്കയിൽ നിന്ന് മദീനയിലേക്ക് എത്ര പ്രയാസം സഹിച്ചിട്ടുണ്ടാകും. ശത്രുഭയത്താൽ ശത്രുവിനെ രക്ഷപ്പെടുക മാത്രമായിരുന്നില്ല, ശത്രുവിനെതിരെ പ്രതിരോധിക്കുവാൻ ഒരു സന്നദ്ധ സേനയെ ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യവും പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്നു. മക്കയിലേക്ക് ഹജ്ജിന് വന്ന മദീനക്കാരായ ചില ആളുകൾ, ഔസ് ഖസറജ് ഗോത്രത്തിൽപ്പെട്ട ചില ആളുകളുമായി അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കരാറുണ്ടാക്കിയിരുന്നു. അതിൽ അവർ പറഞ്ഞു, അല്ലാഹുവിന്റെ തിരുദൂതരോട്, നബിയെ, താങ്കൾ ഞങ്ങളുടെ നാട്ടിലേക്ക് വരികയാണെങ്കിൽ ഞങ്ങളുടെ ഭാര്യമാരെയും സന്താനങ്ങളെയും സംരക്ഷിക്കുന്നത് പോലെ അങ്ങയെ നാം സംരക്ഷിക്കുകയും ദീനിന്റെ ദഅവത്തിനുള്ള സൗകര്യങ്ങൾ ഞങ്ങൾ ചെയ്തു തരാമെന്ന് പറയുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ കൽപ്പന അനുസരിച്ച് മക്ക വിട്ട് സ്വന്തം വളർന്ന നാട് വിട്ട് മറ്റൊരു നാട്ടിലേക്ക് പോകുന്നത്. നമ്മുടെ അവസ്ഥ നോക്കൂ. നാം ജനിച്ചു വളർന്ന നാട്, ആ നാട്ടിൽ നിന്ന് പലായനം ചെയ്യുകയില്ല. പുതിയൊരു സ്ഥലത്തേക്ക് വീടെടുത്ത് പുതിയൊരു നാട്ടിലേക്ക്, പരിചയമില്ലാത്തൊരു നാട്ടിലേക്ക് നാം പോവുകയാണെന്ന് കരുതുക. പുതിയൊരു വീട് വെച്ച് പോവുകയാണ്, സൗകര്യം ഏറെ ഉള്ളത് കൊണ്ട് പോവുകയാണ്. എങ്കിൽ തന്നെ നമ്മുടെ മനസ്സിൽ ഒരു വിഷമം ഉണ്ടാവുകയും, നമ്മുടെ കുടുംബക്കാർ ആ നാട്ടിലില്ല, നമ്മുടെ അയൽവാസികളില്ല, പുതിയ ആളുകളുമായി പരിചയപ്പെടണം, പുതിയ ക്ലൈമറ്റുമായി നാം യോജിക്കണം, പലതുമുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് വിഷമമാകും. എന്നാൽ അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോകുമ്പോൾ അവിടെ തയ്യാറാക്കി വെക്കപ്പെട്ട ഭവനങ്ങൾ ഉണ്ടായിരുന്നില്ല, താമസ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല, ഒരു ജോലി തേടി പോയതുമായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോയത് ത്യാഗം സഹിച്ചുകൊണ്ടായിരുന്നു. ഈ ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടിയായിരുന്നു. നാം എന്ത് ചെയ്തു ഈ ദീനിന്റെ സംരക്ഷണത്തിന് എന്ന് വേണ്ടി ചോദിച്ചാൽ ഒന്നും പറയുവാൻ പലപ്പോഴും നമുക്കുണ്ടാവുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജ്റ പോയത് റബീഉൽ അവ്വൽ മാസത്തിലാണ്. പിന്നെ എന്തുകൊണ്ട് മുഹറം 1-ാം മാസമായി എണ്ണി? പണ്ട് മുതലേ അറബികൾ എണ്ണി വരുന്നതായിരുന്നു മുഹറം മുതൽ ദുൽഹിജ്ജ വരെയുള്ള മാസങ്ങൾ. അതുമല്ലാതെ ഈ ഹിജ്റയ്ക്ക് ഒരുക്കങ്ങൾ നടത്തിയിരുന്നത് മുഹറം മുതലേ അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുക്കങ്ങൾ നടത്തിയിരുന്നു, തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു ഹിജ്റ പോകുവാൻ. സഹാബത്തിൽ പലരും മുഹറം മാസം മുതൽ തന്നെ ഹിജ്റ പോയിരുന്നു. ഹിജ്റ പോകുവാൻ ഒറ്റക്കും കൂട്ടായും ചെറിയ സംഘങ്ങളായും ഒക്കെ അവർ പോയിരുന്നു. അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോയത്, ശത്രുക്കൾ അല്ലാഹു റസൂലിന്റെ വീട് വളഞ്ഞത് ഹിജ്റ പോകാതിരിക്കുവാൻ വേണ്ടിയാണ്. മദീനയിൽ തന്നെ നബി ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട്, അത് മക്കയിൽ തന്നെ നബി ഉണ്ടാകണം എന്നായിരുന്നു അവരുടെ ഉദ്ദേശം. കാരണം മക്ക വിട്ട് മദീനയിലേക്ക് പോയാൽ കൂടുതൽ ശക്തി സംഭരിച്ച് തങ്ങളെ തിരിച്ചടിക്കുമെന്നുള്ള ഭയം അവർക്കുണ്ടായതുകൊണ്ട് ഹിജ്റ പോകാതിരിക്കുവാനാണ് മക്കക്കാർ ശ്രമിച്ചത്. അതല്ലാതെ എന്തോ പാതകം ചെയ്ത് രാത്രിയുടെ ഇരുട്ടിൽ ഒളിച്ചോടിയതല്ല എന്നും നാം ശ്രദ്ധിക്കണം. അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹിച്ച ത്യാഗങ്ങൾ ഈ ഹിജ്റ പുതിയൊരു വർഷം വരുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് തികട്ടി വരേണ്ടതുണ്ട്. ധാരാളം ഹിജ്റകൾ ഉണ്ടായിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹിജ്റ പോയിട്ടുണ്ട് പല നാടുകളിലേക്കും. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമും പോയിട്ടുണ്ട്, ജനിച്ച നാട്ടിൽ നിന്ന്. ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാമും പോയിട്ടുണ്ട്. പല പ്രവാചകന്മാരും ഹിജ്റ പോയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ മദീനയിലേക്ക് പോകുന്നതിനും ഇസ്ലാമിക പ്രബോധനത്തിന് വല്ല സഹായം ലഭിക്കുമോ എന്നുള്ള ചിന്തയോടുകൂടി തന്റെ അമ്മാവന്മാരുടെ നാടായ തായിഫിലേക്ക് പോയിരുന്നു. അവിടെ നിന്ന് നല്ല പ്രതികരണം ലഭിച്ചില്ല എന്ന് മാത്രമല്ല, നബിയെ കല്ലെറിഞ്ഞ് ചോരയൊലിപ്പി ആട്ടിവിടുകയും ചെയ്തു. വളരെ സങ്കടകരമായ സാഹചര്യങ്ങളാണ് ഉണ്ടായിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആലോചിച്ചിരുന്നു പോകുവാൻ വേണ്ടി, മദീനക്കാരുമായി ഉടമ്പടി ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഹിജ്റയിൽ നിന്ന് നാം ഉൾക്കൊള്ളേണ്ടുന്ന പല പാഠങ്ങളുമുണ്ട്. ഒന്നാമത്, ഭൗതികമായ വിഷയത്തിൽ, ദീനിന്റെ കാര്യത്തിലാണെങ്കിൽ, ഏത് വിഷയത്തിലാണെങ്കിലും ഭൗതികമായ സാഹചര്യങ്ങൾ, ഭൗതികമായ കാര്യങ്ങൾ നാം അവലംബിക്കണം. അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു രാത്രി പെട്ടെന്ന് എഴുന്നേറ്റ് പോയതല്ല. എല്ലാ തയ്യാറെടുപ്പുകളും മുൻകൂട്ടി നടത്തി വെച്ചിരുന്നു.
വാഹനങ്ങൾ റെഡിയായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ വീട്ടിൽ ഓർഡർ വരാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. വഴികാട്ടാനുള്ള ആളെ ഗൈഡിനെ ആദ്യം തന്നെ തെരഞ്ഞെടുത്ത് വച്ചിരുന്നു. യാത്രക്ക് വേണ്ട എല്ലാ സാമഗ്രികളും ഒരുക്കി വെച്ചിരുന്നു. നാമും അങ്ങനെ ഏത് കാര്യം ചെയ്യുമ്പോഴും ഒരു തയ്യാറെടുപ്പ് അത്യാവശ്യമാണ്. പലപ്പോഴും ആളുകൾ പറയുന്നത് പോലെ പെട്ടെന്നൊരു ദിവസം അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓടിപ്പോയത് എല്ലാ തയ്യാറെടുപ്പുകളും ആദ്യം നടത്തി വെച്ചു എന്ന് മാത്രമല്ല, അനുയായികളെ ആദ്യം അയച്ചു. സഹാബത്താണ് ആദ്യം പോയത്. നമ്മുടെ നേതാക്കന്മാർ, ഭൗതികമായ ചില നേതാക്കന്മാരെ പോലെ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കുമ്പോൾ ആദ്യം അവർ എവിടെയോ പോയി ഒളിച്ചു. ഈ അനുയായികളായ ആളുകൾ പിന്നീട് ബുദ്ധിമുട്ടിലുമായി. അങ്ങനെയല്ല അല്ലാഹു റസൂൽ ചെയ്തത്. അനുയായികളെയൊക്കെ സുരക്ഷിതമായി മദീനയിൽ എത്തിച്ചു. അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുകയും പിന്നീട് അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയതിന് ശേഷമാണ് പോയത്. ശത്രുവിൽ നിന്നും രക്ഷപ്പെടുവാൻ വേണ്ടിയുള്ള എല്ലാ മാർഗങ്ങളും തെരഞ്ഞെടുത്തു. സാധാരണക്ക് വിരുദ്ധമായി മദീനയിലേക്ക് പോകാനുള്ള മറ്റൊരു വഴിയായിരുന്നു തെരഞ്ഞെടുത്തത്. ശത്രു തെരഞ്ഞു വന്നാൽ പിടികിട്ടാതിരിക്കുവാൻ വേണ്ടി വഴികാട്ടിയായി ഒരുക്കിയിരുന്നത് ഒരു അമുസ്ലിമിനെയായിരുന്നു. മദീനയിലേക്കുള്ള ആ പുതിയ വഴി, അതിലൂടെ നബിയെ കൊണ്ടുപോയത് അമുസ്ലിമായ ഒരാളായിരുന്നു. ദീനീ സംരക്ഷണത്തിന് വേണ്ടി ചിലപ്പോൾ നാം മറ്റുള്ളവരെയും കൂട്ടുപിടിക്കേണ്ടി വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗുഹയിൽ ഒളിച്ചിരിക്കുമ്പോൾ ഭക്ഷണം കൊണ്ടുവന്നത് ആളുകളുണ്ടായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മക്കൾ. അങ്ങനെ പല സൗകര്യങ്ങളും എല്ലാം ഒരുമിച്ച് എല്ലാം തയ്യാറെടുപ്പുകൾ നാം ഉണ്ടാക്കണം. ഏത് യാത്രക്കും തയ്യാറെടുപ്പ് വേണം. നാമും യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ് ഖബറിലേക്ക്. ഈ വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് പോകുമ്പോൾ എന്തെല്ലാം തയ്യാറെടുപ്പ് നടത്തി. നമ്മളും അങ്ങനെ പോകേണ്ടവരല്ല. ഒരു ദിവസം എന്ത് തയ്യാറെടുപ്പാണ്. ഇന്ന് നാം മരിച്ചു പോവുകയാണ് എന്ന് കരുതുക. പല ആളുകൾക്കും ആയുസ് നീട്ടിക്കൊടുത്തു എന്ന് പറയപ്പെടുന്ന ആളുകൾ പോലും പെട്ടെന്ന് മരിച്ചു പോവുകയാണ്. ചില ആളുകളെ പറ്റി നമ്മുടെ നാട്ടിലൊക്കെ ശ്രുതി ഉണ്ടായിരുന്നു. ഇന്നയാൾക്ക് ആയുസ് നീട്ടിക്കൊടുത്തു, ഇന്നാളെ രോഗം മാറ്റി, മറ്റേ ഹാർട്ട് അറ്റാക്ക് മാറ്റി, ക്യാൻസർ മാറ്റിക്കൊടുത്തു, അങ്ങനെയൊക്കെ ആയിരുന്നു ശ്രുതി. അയാൾ പെട്ടെന്ന് മരിച്ചു. ആർക്കും ഇവിടെ ശാശ്വതമല്ല. നാം അതിൽ നിന്ന് പലതും പഠിക്കാനുണ്ട്. നമ്മുടെ മരണം എപ്പോഴാണ് എന്ന് നമുക്കറിയില്ല. എന്ത് തയ്യാറെടുപ്പുകളാണ് നാം നടത്തിയത്. ഇന്ന് മരിച്ചു പോവുകയാണെങ്കിൽ എന്താണ് നമ്മുടെ കടങ്ങൾ എത്രയുണ്ട് എന്ന് നാം എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ മക്കളോട് നാം പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട വേണ്ടത് അതാണ്. ആരോടെങ്കിലും നമുക്ക് വിദ്വേഷമുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ രാത്രിയിൽ പോകുന്ന സമയത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശ്വസിച്ച് ഏൽപ്പിച്ച അമാനത്ത് സ്വത്തുക്കൾ, ഈ ശത്രുക്കളായ ഖുറൈശികളുടെ അമാനത്ത് സ്വത്തുക്കൾ അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിലുണ്ടായിരുന്നു. അന്ന് ബാങ്ക് ലോക്കറുകൾ ഉണ്ടായിരുന്നില്ല. വിശ്വസ്തരായ ആളുകളെ ഏൽപ്പിക്കുമായിരുന്നു. അവർക്കെല്ലാം നബിയുടെ സാമ്പത്തികമായ വിഷയത്തിൽ വളരെ വിശ്വാസമായിരുന്നു. തങ്ങളുടെ സ്വത്തുക്കൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ അവർ ഏൽപ്പിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ശത്രുക്കളിൽ നിന്നും പോകുമ്പോൾ എന്തായാലും അവരെ സ്വത്തും എടുത്ത് പോകാമെന്ന് അല്ലാഹുവിന്റെ റസൂൽ കരുതിയില്ല. അലി റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചു. ഇത് ഇന്നയാൾക്കുള്ളതാണ്, ഇത് ഇന്നയാളാണ്, ഇത് ഇന്നാളത്താണ്, എല്ലാം ഏൽപ്പിച്ചു. ശത്രുക്കളുടെ സ്വത്തായിരുന്നു. അത് തിരിച്ചേൽപ്പിക്കുവാൻ വേണ്ടി അലി റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചു പോയി. നമ്മുടെ നാട്ടിൽ നിന്നും പല ആളുകളും, നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തു നിന്നും പല ആളുകളും നാട് വിട്ടു പോയിട്ട് പല സ്ഥലങ്ങളിലും ഉണ്ട്. നാട് വിട്ടുപോയാണ് ഗവൺമെന്റിനെയും ബാങ്കിനെയും ഒക്കെ പറ്റിച്ചു. അങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ പോയതല്ല. കടം മൂത്ത് അങ്ങനെ നാട്ടിൽ നിൽക്കാൻ കഴിയാതെ അങ്ങനെ പോയതല്ല. ഉണ്ടായിരുന്ന സ്വത്തുക്കൾ, ആ ശത്രുക്കളുടെ സ്വത്തുക്കൾ അവർക്ക് കൊടുക്കുവാൻ ഏൽപ്പിച്ചു പോയതായിരുന്നു. സത്യസന്ധത അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ പുറപ്പായിരുന്നു. നമുക്ക് അങ്ങനത്തെ സത്യസന്ധത ഉണ്ടോ പരിശോധിക്കണം. അതുപോലെ എല്ലാ തയ്യാറെടുപ്പുകളും നാം നടത്തിയതിന് ശേഷം അള്ളാഹുവിൽ ബലമേൽപ്പിക്കുക. പലപ്പോഴും നാം ചെയ്യേണ്ടുന്ന കാര്യങ്ങളൊന്നും ചെയ്യാതെ അള്ളാഹു കാക്കും. ഒരു ജോലിക്കും പോകേണ്ട പല ആളുകൾ എന്താക്കും? അള്ളാഹുണ്ടല്ലേ, അള്ളാഹു കാക്കും. രോഗം അതിന് ചികിത്സിക്കുകയില്ല. എന്താ? അള്ളാഹു രോഗം തന്നവനും അള്ളാഹു, ശരിയാക്കുന്നവനും അള്ളാഹു കാക്കും. അങ്ങനെയല്ല. അങ്ങനെ ഒരു കാര്യം അല്ലാഹുവിന്റെ റസൂൽ നമ്മോട് പഠിപ്പിച്ചിട്ട് നാം ഭൗതികമായി ചെയ്യേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം ചെയ്യണം. അതോടൊപ്പം എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ പരമേൽപ്പിക്കുക, തവക്കുലാക്കുക. ഭൗതികമായതിനെ മാത്രം നാം വിശ്വസിക്കാതെ അള്ളാഹുവിനെ ആശ്രയിക്കണം. അത് അള്ളാഹുവിനെ ആശ്രയിക്കുക എന്നുള്ളതാണ് ഒരു മുസ്ലിമിന്റെ ഏറ്റവും വലിയ വിശ്വാസ്യ ദാർഢ്യത. ഏതൊരു കാര്യവും ആലോചിച്ച് തീരുമാനമെടുക്കണം.
ആലോചിക്കണം. ഹിജ്റ പോകുമ്പോഴും അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആലോചിച്ചിരുന്നു. സഹാബത്തുമായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുമായി ആലോചിച്ചിരുന്നു. അലി റളിയല്ലാഹു അൻഹുമായി ആലോചിച്ചിരുന്നു. കൂടിയാലോചന നടത്തുക എല്ലാ കാര്യങ്ങളിലും. അല്ലാഹു റസൂലും അങ്ങനെ കൂടിയാലോചന നടത്തിയിരുന്നു. കൂടിയാലോചന നടത്തിയാൽ ഒരു തീരുമാനത്തിലേക്ക് എത്തും. فإذا عزمت فتوكل على الله إن الله يحب المتوكلين. അങ്ങനെ നീ ഒരു തീരുമാനത്തിലെത്തിയാൽ അല്ലാഹുവിൽ നീ തവക്കുലാക്കുക. തവക്കുലാക്കുന്ന ആളുകളെ അല്ലാഹുവിന് പെരുത്തി ഇഷ്ടമാണ് എന്ന്. പിന്നീട് എന്ത് സംഭവിച്ചാലും അത് അല്ലാഹുവിന്റെ വിധിയാണെന്ന് പറയുക. നാം ഒന്നും ചെയ്യാതെ ഒരുക്കങ്ങളും ഇല്ലാതെ അല്ലാഹുവിൽ തവക്കുലാക്കാതെ പിന്നീട് എന്തോ സംഭവിച്ചിട്ട് അല്ലാഹുവിന്റെ വിധിയാണ് എന്ന് പറഞ്ഞ് കരുതുന്നത് കൊണ്ട് കാര്യമില്ല. എല്ലാം നാം ഉണ്ടാക്കുക, ഭൗതികമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കുക, അതുപോലെ അല്ലാഹുവിൽ തവക്കുലാക്കുക. അല്ലാഹുവിൽ നിന്നുള്ള വിജയപ്രതീക്ഷ എപ്പോഴും നമുക്ക് വേണമെന്ന നിരാശനായി പോകരുത്. നിരാശ ഉണ്ടാകരുത്. ഞാൻ ഒരിക്കലും വിജയിക്കുകയില്ല. ദുനിയാവിന്റെ വിഷയത്തിലായാലും ആഖിറത്തിന്റെ വിഷയത്തിലായാലും ഏത് വിഷയത്തിലായാലും ഞാൻ ഒരിക്കലും വിജയിക്കുകയില്ല എന്ന് നമുക്ക് തോന്നരുത്. അല്ലാഹുവാണ് വിജയിപ്പിക്കുന്നവൻ. അല്ലാഹുവിനുള്ള ശുഭാപ്തി വിശ്വാസം എപ്പോഴും ഉണ്ടാക്കുക. നമുക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ വിശ്വാസമാണ്. ശുഭാപ്തി വിശ്വാസമില്ല നമുക്ക്. അല്ലാഹുവിനുള്ള വിജയപ്രതീക്ഷയില്ല. നാം പരാജയത്തിലാണ്. പരാജയം ഇത് തന്നെയാണ്. ഒരാളൊരു കച്ചവടം നടത്തി ചെറിയ പരാജയപ്പെട്ടു, അവൻ പേടിച്ചു, അവനെ മറ്റുള്ളവർ ഭയപ്പെടുത്തുകയും ചെയ്തു. ഇതല്ല, ഇനി ഒന്നിൽ നിനക്ക് വിജയം ലഭിക്കുമെന്നുള്ള പ്രതീക്ഷ നമുക്കില്ല. നാം പല പാപങ്ങൾ ചെയ്തവരാണ്. ഇനി ഞാൻ പരാജയത്തിൽ തന്നെ നരകത്തിലേക്ക് തന്നെ എന്നുള്ള വിശ്വാസം ഉണ്ടാകാൻ പാടില്ല. അല്ലാഹു എന്നെയും നന്നാക്കും, അല്ലാഹു എന്നെയും ഉഷാറാക്കും എന്നുള്ള വിശ്വാസം നമുക്കുണ്ടാകണം. വിജയപ്രതീക്ഷ എപ്പോഴും ഉണ്ടാകണം. മുസ്ലിങ്ങൾക്കെതിരെയുള്ള അക്രമങ്ങൾ കൂടി വരികയാണ്. അതിന് സാക്ഷിയാണ് നമുക്ക്. നാം നിരാശരാകരുത്. വിജയം വീണ്ടെടുക്കാം. നബിസല്ലല്ലാഹു തങ്ങൾ പോയത് വിജയിച്ച് വരുവാൻ വേണ്ടിയിട്ടാണ്, പരാജയപ്പെട്ട് ഓടിപ്പോയതല്ല. ഒരു കാല് പിന്നോട്ട് വെച്ചത് നല്ല സ്പീഡിൽ മുന്നോട്ട് കുതിക്കുവാൻ വേണ്ടിയാണ് എന്ന് നാം ചിന്തിക്കുക. ഏത് അക്രമങ്ങൾ ഉണ്ടായാലും അന്തിമ വിജയം നമുക്ക് തന്നെയാണ് എന്നുള്ള ശുഭാപ്തി വിശ്വാസം ഉണ്ടായിരിക്കുക. എന്തൊക്കെ പ്രയാസങ്ങൾ സംഭവിച്ചാലും ഹിജ്റ വേളയിൽ നമുക്ക് കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിടിച്ചു കൊടുക്കുവാൻ വേണ്ടി സുറാഖത്ത് വന്നു. നബിയെ പിടിച്ചു കൊടുക്കുന്നവർക്ക് 100 ഒട്ടകങ്ങൾ സമ്മാനം പ്രഖ്യാപിച്ചിരുന്നു. ആ സമ്മാനം ലക്ഷ്യമാക്കിക്കൊണ്ട് നബിയും അബൂബക്കർ സിദ്ദീഖും പോകുമ്പോൾ പിന്നാലെ വന്ന സുറാഖത്തിനെ കണ്ടു. സുറാഖത്തിന്റെ കുതിരയുടെ കാല് മണ്ണിൽ ആണ്ടുപോയി. സുറാഖത്ത് ബുദ്ധിമുട്ടി. എന്തായാലും നബിയെ പിടിക്കാൻ സാധിച്ചില്ല. ആ സമയത്ത് അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുറാഖത്തിനോട് ചോദിക്കുകയാണ്, അല്ല സുറാഖ, ഈ കിസ്റയുടെ വള, അവരുടെ അധികാര ചിഹ്നമായ വള നിന്റെ കയ്യിൽ ധരിച്ചാൽ എങ്ങനെ ഉണ്ടാകും? സ്വന്തം നാട്ടിൽ നിൽക്കാൻ കഴിയാതെ പോവുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലുള്ളത് കൈസർ വെട്ടിപ്പിടിക്കുന്ന കിസ്റയിലും കൈസറും റോമൻ പേർഷ്യൻ സാമ്രാജ്യങ്ങൾ കീഴടക്കുന്ന സ്വപ്നമാണ് അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സിലുള്ളത്. വിജയപ്രതീക്ഷ എപ്പോഴും ഉണ്ടായിരിക്കുക. നമുക്കും ആ വിജയപ്രതീക്ഷ ഉണ്ടാകണം. നാം എത്ര ബുദ്ധിമുട്ടായാലും ശരി, കിസ്റയുടെ വള നിന്നെ ധരിപ്പിച്ചാൽ എങ്ങനെയിരിക്കുമെന്ന്. പിന്നീട് ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് കിസ്റ ജയിച്ചടക്കുകയും പിന്നെ മുസ്ലിമായ സുറാഖത്തിന് ആ വളകൾ സമ്മാനമായി നൽകുകയും ചെയ്തു എന്നുള്ളത് ചരിത്രമാണ്. ഗസയിലെ ജനങ്ങൾ, പലസ്തീനിലെ ജനങ്ങൾ ദിവസം തോറും പല നാടുകളിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. എവിടെയും സ്വസ്ഥമായി അവർക്ക് ജീവിക്കാൻ സാധിക്കുന്നില്ല. നാം നിരാശപ്പെടേണ്ട. നാം നല്ല വിശ്വാസമുള്ളവരാവുക. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. വലിയ വിജയം അല്ലാഹു അവർക്കും നമുക്കും തരും എന്നുള്ള ശുഭാപ്തി വിശ്വാസം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. അതുപോലെ എപ്പോഴും നമുക്ക് നാം ഒറ്റയ്ക്ക് ഒരു കാര്യങ്ങളും ചെയ്യാം. സഹവാസത്തിന് ഒരാൾ വേണം, കൂട്ടുകാർ വേണം. ഏത് കാര്യം ചെയ്യുമ്പോഴും അങ്ങനെയാണ്. അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ്. തായിഫിലേക്ക് പോയി, ഒറ്റയ്ക്ക് പോയതല്ല, കൂടെ ആളുണ്ടായിരുന്നു. മദീനയിലേക്ക് പോയി, കൂടെ ആളുണ്ടായിരുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു യുദ്ധത്തിന്റെ കാര്യങ്ങൾ നിശ്ചയിച്ചു. പെട്ടെന്ന് ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് അങ്ങനെ പ്രഖ്യാപിച്ചതല്ല. സഹാബത്തുമായി കൂടിയാലോചിച്ചു കൊണ്ട് നിശ്ചയിച്ചു, മുശാവറ നടത്തി. എല്ലാ കാര്യത്തിലും സഹവാസം വേണം നമുക്ക്. അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി നമുക്ക് കാണാം, അശ്ശൈത്താനു മഅൽ വാഹിദ്, ഒറ്റയ്ക്ക് തീരുമാനമെടുക്കുന്നതിനോടൊപ്പമാണ് ശൈത്താൻ. വഹുവ മിനൽ ഇത്നൈനി അബ്അദ്, ഇനി രണ്ടാൾ കൂടിയാൽ ആലോചിച്ച് തീരുമാനമെടുത്താൽ പിശാച് മാറിപ്പോകുന്നതാണ്. പലപ്പോഴും നാം തീരുമാനങ്ങൾ എടുക്കുമ്പോൾ മറ്റുള്ളവരുമായി അതിന് ആവശ്യപ്പെട്ടവരുമായി കൂടിയാലോചന നടത്തുക എന്നുള്ളത് ഒരു ആവശ്യമാണ് എന്ന് ഹിജ്റ നമ്മെ പഠിപ്പിക്കുന്നു.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് പ്രവൃത്തിയിലും മറ്റുള്ളവരെ കൂട്ടിയിരുന്നു എന്നാണ്. എല്ലാത്തിലും സഹാബത്തുമായി കൂടിയാലോചിച്ചിരുന്നു. ബദറിലേക്ക് പോയി ഒരു സ്ഥലത്ത് ടെന്റടിച്ചു. സഹാബത്ത് ചോദിച്ചു, ഒരു സഹാബി ചോദിച്ചു, എന്തിനാണ് ഇവിടെ ടെന്റ്? ഇതിനേക്കാൾ നമുക്ക് മറ്റേ സ്ഥലമാണ് നല്ലത്, മഴ വന്നാൽ അവിടെ വെള്ളം ശേഖരിച്ച് നമുക്ക് കിട്ടും, അതുകൊണ്ട് അങ്ങോട്ട് പോകാമെന്ന്. ആ സഹാബിയുടെ അഭിപ്രായം അല്ലാഹു റസൂൽ സ്വീകരിച്ചു. ഹുദൈബിയ സന്ധികാലത്ത് ഉംറക്ക് പുറപ്പെട്ടതാണ്. ആരും തഹല്ലുലാകുവാൻ ഇഷ്ടമില്ല, ആളുകൾക്ക് അങ്ങോട്ട് പോകുവാൻ ഖുറൈശികൾ വിടുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യ ഹഫ്സ പറഞ്ഞു, ആദ്യം നിങ്ങൾ മുടിയെടുക്കുകയും ബലിയറുക്കുകയും ചെയ്യുക എന്ന്. അല്ലാഹു റസൂൽ അത് സ്വീകരിച്ചു. കൂടിയാലോചന നടത്തി എന്ത് ചെയ്യണമെന്ന് എല്ലാ കാര്യത്തിലും നാം കൂടിയാലോചിക്കുക എങ്കിൽ നമുക്ക് വിജയം സുനിശ്ചിതമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിശ്വാസികളോട് അതിരറ്റ സ്നേഹമുണ്ടായിരുന്നു. നബിയോടുള്ള സ്നേഹം പറഞ്ഞറിയിക്കുവാൻ സാധിക്കാത്ത സ്നേഹം. നബിയേക്കാൾ അവർ ആരെയും സ്നേഹിച്ചില്ല. നബിയാണ് അവർക്ക് ഏറ്റവും വലുത്. അവരുടെ ശരീരം അവർക്ക് പ്രശ്നമായിരുന്നില്ല. എല്ലാവരെക്കാൾ, മാതാപിതാക്കളെക്കാൾ, മക്കളെക്കാൾ അല്ലാഹു റസൂലിനെ സ്നേഹിച്ചു. ആ സ്നേഹം അവരുടെ ജീവിതത്തിലുണ്ടായി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അറിയാം, നബിയുടെ കൂടെ പോയാൽ അപകടം പറ്റുമെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി വിരുപ്പിൽ എഴുന്നേറ്റ് പോകുമ്പോൾ അവിടെ കിടന്നുറങ്ങിയ അലി റളിയല്ലാഹു അൻഹു അറിയാം, ഇവിടെ കിടന്നാൽ ചിലപ്പോൾ ശത്രുക്കൾ എന്നെ വധിച്ചു കളയുമെന്ന് അലി റളിയല്ലാഹു അൻഹു അറിയാം. പക്ഷേ അലി റളിയല്ലാഹു അൻഹു സ്വന്തം ജീവനേക്കാൾ വില കൊടുത്തത് അല്ലാഹു റസൂലിന്റെ ജീവനായിരുന്നു. അതുകൊണ്ടാണ് ധൈര്യസമേതം അവിടെ കിടന്നത്. അല്ലാഹു റസൂലിന്റെ സ്നേഹമായിരുന്നു. സൗരഭയിൽ അഭയം തേടുമ്പോൾ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, നബിയെ തങ്ങൾ ആദ്യം പ്രവേശിക്കരുത്, അവിടെ എന്തെങ്കിലും വിഷജന്തുക്കൾ ഉണ്ടെങ്കിൽ അത് എനിക്ക് ബാധിച്ചു കൊള്ളട്ടെ, തങ്ങൾക്ക് ബാധിക്കരുത്. ആദ്യം അതിന്റെ ഉള്ളിൽ പോയി അടിച്ചു വൃത്തിയാക്കി. പിന്നീടാണ് അപകടമൊന്നുമില്ല എന്ന് കണ്ടതിന് ശേഷമാണ് ഗുഹയിലേക്ക് വിളിച്ചത്. അല്ലാഹു റസൂലിനോട് സ്നേഹമായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അബൂബക്കർ എപ്പോഴും മുന്നിൽ നടക്കും. നബിയോടുള്ള അപകടം ഉണ്ടല്ലോ, മുമ്പിൽ നിന്തെങ്കിലും ശത്രുക്കൾ വന്നാൽ അത് എനിക്ക് ബാധിക്കട്ടെ. നബിയുടെ മുൻപിലും മേടത്തും വലത്തും പിന്നിലുമായിട്ട്, തങ്ങളുടെ മുമ്പിലും പിന്നിലും മേടത്തും വലത്തും ആയിട്ട് അബൂബക്കർ ഇങ്ങനെ ചുറ്റി നടക്കുന്നതാണ്. എവിടുന്നൊക്കെ വല്ല അമ്പോ വെട്ടോ വരുന്നുണ്ടെങ്കിൽ അത് തന്റെ കഴുത്തിൽ കൊള്ളട്ടെ എന്നുള്ള ചിന്തയോട് കൂടി നബിയോടുള്ള സ്നേഹമാണ്. അതാണ് അല്ലാഹു ചോദിക്കുന്നത്. നമ്മോട് പറയുകയാണ്, പറയുക, ഇൻകാന ആബാഉക്കും വഅബ്നാഉക്കും വഇഖ്വാനുക്കും വഅസ്വാജുക്കും വഅശീറത്തുക്കും വഅംവാലുൻ യഖ്തറഫ്തുമൂഹാ വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ. പറയുക, ഇൻകാന ആബാഉക്കും നിങ്ങളുടെ പിതാക്കൾ ആയാൽ, വഅബ്നാഉക്കും അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ, വഇഖ്വാനുക്കും നിങ്ങളുടെ സഹോദരങ്ങൾ, വഅസ്വാജുക്കും നിങ്ങളുടെ ഭാര്യമാർ, വഅശീറത്തുക്കും നിങ്ങളുടെ കുടുംബക്കാർ, വഅംവാലുൻ യഖ്തറഫ്തുമൂഹാ നിങ്ങൾ സമ്പാദിച്ചു കൂടിയ നിങ്ങളുടെ സ്വത്തുക്കൾ, വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ നഷ്ടം വന്നു പോകുമോ എന്ന് നിങ്ങൾ വിചാരിക്കുന്ന നിങ്ങളുടെ കച്ചവടങ്ങൾ, വമസാകിന തർലൗനഹാ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന തൃപ്തിപ്പെട്ട നിങ്ങളുടെ വീടുകൾ, അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലി അല്ലാഹുവിനേക്കാളും റസൂലിനേക്കാളും നിങ്ങൾക്ക് അതിനോടാണ് ഇഷ്ടമെങ്കിൽ, വജിഹാദുൻ ഫീ സബീലിഹി അല്ലാഹുവിന്റെ മാർഗ്ഗത്തിലുള്ള ധർമ്മ സമരത്തേക്കാൾ അതാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ, ഫതറബ്ബസു നിങ്ങൾ കാത്തിരുന്നു കൊള്ളുക, ഹത്താ യഅതി അല്ലാഹു ബിഅംരി അല്ലാഹു അവന്റെ കൽപ്പനയുമായി വരുന്നതിന് നിങ്ങൾ, അല്ലാഹുവിന്റെ ശിക്ഷയുടെ കൽപ്പനയുമായി വരുന്നത് നിങ്ങൾ കാത്തിരുന്നു കൊള്ളുക എന്ന്. എന്തുകൊണ്ട് നമുക്ക് പരാജയം സംഭവിക്കുന്ന പലപ്പോഴും അള്ളാഹുവിനേക്കാൾ അല്ലാഹുവിന്റെ റസൂലിനേക്കാൾ നാം ഈ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു. ഞാനത് ചെയ്താൽ, ഈ ശിർക്കിനെതിരെ നാം ശബ്ദിച്ചാൽ എന്റെ വാപ്പ എന്നോട് കോപിക്കും, എന്റെ ഭാര്യ എന്നോട് കോപിക്കും, എന്റെ മക്കൾ എന്നും തകർന്നു പോകും, എന്റെ സഹോദരങ്ങൾ എന്നെ അകത്തും, എന്റെ കച്ചവടം താറുമാറിലാകും, എന്റെ കച്ചവടം നഷ്ടത്തിലാകും, എന്റെ കൃഷി നശിച്ചു പോകുമെന്നുള്ള ഭയം കൊണ്ട് ശിർക്കിനെതിരെ നാം ഒന്നും ശബ്ദിക്കുന്നില്ല. അള്ളാഹു ചോദിക്കുകയാണ്, ഇതിനേക്കാൾ അള്ളാഹിനേക്കാൾ അള്ളാഹുവിന്റെ റസൂലിനേക്കാൾ ഇതിനെല്ലാം നിങ്ങൾക്ക് ഇഷ്ടം എങ്കിൽ നിങ്ങൾ കാത്തിരുന്നു കൊള്ളുക, അള്ളാഹു അവന്റെ കൽപ്പനയുമായി വരുന്നതിന്. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ തോന്നിവാസികളായ ഫാസിഖീങ്ങളായ ആളുകളെ അള്ളാഹു ഹിദായത്തിലാക്കുകയില്ല എന്ന്. ഹിജ്റയുടെ പാഠമാണ്. ഹിജ്റ പോവുകയാണ് സഹാബത്ത്. എന്തിനു പോയി? അവരുടെ മക്കളെ അവർ ഒഴിവാക്കി, ഭാര്യമാരെ ഒഴിവാക്കി, പലരും ഭർത്താക്കന്മാരെ ഒഴിവാക്കി, സ്വത്തുക്കൾ ഒഴിവാക്കി, കച്ചവടം ഒഴിവാക്കി, എല്ലാം ഒഴിവാക്കി പോവുകയാണ്. സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു റോമിൽ നിന്ന് വന്ന് മക്കയിൽ വലിയ സമ്പന്നനായ കച്ചവടക്കാരനായിരുന്നു. അദ്ദേഹം ഹിജ്റ പോകുമ്പോൾ മക്ക ഖുറൈശിൽ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറഞ്ഞു, നീ ഏതോ ഒരു നാട്ടിൽ നിന്ന് വന്ന് ഇവിടെ കച്ചവടം ചെയ്ത് സമ്പാദിച്ചതാണ്, ഞങ്ങളുടെ നാട്ടിൽ നിന്ന് കച്ചവടം ചെയ്ത് സമ്പാദിച്ച സ്വത്തുമായി നീ പോകാൻ പാടില്ല. ഇദ്ദേഹം ചോദിച്ചു ശത്രുക്കളോട്, എന്റെ സ്വത്ത് മുഴുവനും നിങ്ങൾക്ക് തന്നാൽ പോകുവാൻ നിങ്ങൾ അനുവദിക്കുമോ എന്ന് ചോദിച്ചു.
അനുവദിക്കാമെന്ന് പറഞ്ഞു. അതുവരെ സമ്പാദിച്ച എല്ലാ സമ്പാദ്യവും ഉപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹം മദീനയിലേക്ക് യാത്രയായി. വിവരമറിഞ്ഞ അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അദ്ദേഹം എത്ര നല്ല കച്ചവടമാണ്, എത്ര ലാഭമുള്ള കച്ചവടമാണ് അദ്ദേഹം നടത്തിയത് എന്ന്. ഒരു ഉമ്മയും ബാപ്പയും ഒരു കുട്ടിയും മദീനയിലേക്ക് പോവുകയാണ്. യാത്ര ചെയ്തുകൊണ്ട് ഒട്ടകപ്പുറത്ത് കുടുംബക്കാർ, ഈ ഭാര്യയുടെ കുടുംബക്കാർ വന്ന് അവരെ തടഞ്ഞു നിർത്തി. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ, അബൂ സലമ റളിയല്ലാഹു അൻഹു മകൻ, ഈ മൂന്ന് പേരും മദീനയിലേക്ക് ഹിജ്റ പോവുകയാണ്. ഉമ്മു സലമയുടെ കുടുംബക്കാർ വന്ന് തടഞ്ഞു നിർത്തി. ഉമ്മു സലമ, ഇത് ഞങ്ങളുടെ കുടുംബക്കാരനാണ്, ഇവിടെ കൊണ്ടുപോകാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നാണ്. ബലമായി പിടിച്ചുകൊണ്ടുപോയി. അബൂ സലമയും ഈ മകനും ബാക്കിയായി. അങ്ങനെ അവർ രണ്ടുപേരും യാത്ര ചെയ്യാൻ തയ്യാറായപ്പോൾ അബൂ സലമയുടെ കുടുംബക്കാർ വന്നു. ഈ കുഞ്ഞ് ഞങ്ങളുടെ കുഞ്ഞാണ്, ഇതിനെ കൊണ്ടുപോകാൻ ഞങ്ങൾ അനുവദിക്കില്ല. കുഞ്ഞിനെ പിടിച്ചു വലിച്ചു. കുഞ്ഞിന്റെ കൈക്ക് പരിക്ക് പറ്റി. കുഞ്ഞിനെ പിടിച്ചു വലിച്ചു. അബൂ സലമ ഒറ്റക്ക് മദീനയിലേക്ക് പോയി. ഉമ്മ ഒരു ഭാഗത്ത്, ബാപ്പ ഒരു ഭാഗത്ത്, മകനൊരു ഭാഗത്ത്. ഉമ്മു സലമ കരഞ്ഞ് 1 വർഷത്തോളം കരഞ്ഞിരുന്നു. അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ചു. മദീനയിലേക്ക് എന്നുള്ള ചിന്ത മാത്രം. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഈ കുടുംബക്കാരുടെ മനസ്സറിഞ്ഞ് അവസാനം അവർ കടത്തിവിട്ടു മകനെയും ഈ ഉമ്മയെയും. ആ ഉമ്മു സലമ പിന്നീട് അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യയായി മാറുകയും ചെയ്ത ചരിത്രം. എത്ര ത്യാഗങ്ങളാണ് അവർ സഹിച്ചത്! എന്തിനു പോയി? എന്തിനാണ് ഈ മാതാപിതാക്കൾ തമ്മിൽ വേറിട്ട് നിന്നത്? ഇസ്ലാമിന് വേണ്ടി, തൗഹീദിന് വേണ്ടി, ശിർക്കിനെതിരെ ശബ്ദിച്ചതുകൊണ്ട്. ശിർക്കിൽ യാതൊരുവിധ കോംപ്രമൈസും നാം ചെയ്യാൻ പാടില്ല. ആരായാലും ആരായാലും ശരി, ഉമ്മയായാലും വാപ്പയായാലും സഹോദരങ്ങളായാലും ഭാര്യയായാലും ആരായാലും ശരി, ശിർക്കിനെതിരെ പലപ്പോഴും നാം പല ആളുകളോടും പോരാടും. പല ആളുകളോടും, നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളുകളോട് നാം ഇത് പറയുകയില്ല. കാരണം നമ്മുടെ മനസ്സിൽ എവിടെയോ ചെറിയ ഭയമുണ്ട്. ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം എന്നോട് കോപിക്കുമോ, എന്നോട് മിണ്ടാതാകുമോ എന്നുള്ള ഭയം നമുക്കുണ്ടെങ്കിൽ അള്ളാഹു പറയും, നിങ്ങൾ കാത്തിരിക്കുക, അള്ളാഹു അവന്റെ കൽപ്പനയായി വരുന്നതിനെ എന്ന്. അള്ളാഹു ശിർക്കിനെതിരെ പോരാടുന്ന, തൗഹീദിൽ അടിവച്ചു നിൽക്കുന്ന ശരിയായ മുത്തഖീങ്ങളെ മുവഹ്ഹിദുകൾ ഉൾപ്പെടുത്തി നമ്മയൊക്കെ അനുഗ്രഹിക്കുന്നവരാകട്ടെ. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഒരിക്കൽ കൂടി തഖ്വ അധിഷ്ഠിതമായി ജീവിതം പുലർത്തണമെന്ന് എന്നോടും നിങ്ങളോടും തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങൾ കൊടുത്തി നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഏത് പ്രവർത്തനം ചെയ്യുമ്പോഴും ഏറ്റവും പ്രധാനം ഇഖ്ലാസാണ്. ഹിജ്റവേളയിൽ അല്ലാഹു റസൂൽ തങ്ങൾ പറഞ്ഞ വാക്കാണ്, ആരുടെയും ഹിജ്റ അല്ലാഹുവിലേക്കും റസൂലിലേക്കുമാണെങ്കിൽ അവന്റെ ഹിജ്റ അല്ലാഹുവിലേക്കും റസൂലിലേക്കുമാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഖുത്ബ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞതാണ്, തങ്ങൾ പറഞ്ഞിരിക്കുന്നു, ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, കർമ്മങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുന്നത് അവന്റെ നിയ്യത്ത് അനുസരിച്ചാണ്. എന്താണോ അവന്റെ ഉദ്ദേശം അതനുസരിച്ചാണ് കിട്ടുന്നത്. ആരെങ്കിലും ഹിജ്റ പോകുന്നത്, ആരെങ്കിലും ഈ നാട് വിട്ടു പോകുന്നത് ദുനിയാവിന് വേണ്ടിയാണെങ്കിൽ ആ ദുനിയാവ് അവന് ലഭിക്കും. മക്കയിൽ നിന്ന് പോയി മദീനയിൽ വല്ല കച്ചവടം നടത്തി ലാഭമുണ്ടാക്കാം എന്ന ഉദ്ദേശത്തിലാണ് പോകുന്നതെങ്കിൽ അത് അവന് ലഭിക്കും. അതല്ല, ഒരു സ്ത്രീയെ കല്യാണം കഴിക്കുവാൻ ഉദ്ദേശം കൊണ്ടാണ് പോകുന്നതെങ്കിൽ അത് അവന് ലഭിക്കും. എന്തിനേക്കാൾ അള്ളാഹുവിനും റസൂലിനെയും ഉദ്ദേശിച്ചുകൊണ്ടാണോ അവൻ ഹിജ്റ പോകുന്നത് എങ്കിൽ അത് അവന് ലഭിക്കും. എല്ലാ ഹിജ്റയും എന്തിനു വേണ്ടിയാണോ, അവന്റെ നിയ്യത്ത് എന്താണോ അതനുസരിച്ച് കൊണ്ടായിരിക്കുമെന്ന്. ഏത് കാര്യം ചെയ്യുമ്പോഴും ഹിജ്റക്ക് കൊണ്ട് സഹാബത്തുക്കൾ ഇങ്ങനെ ഒരുങ്ങി നിൽക്കുകയാണ്. ആ സമയത്ത് അല്ലാഹു റസൂൽ പറഞ്ഞതാണ്, പല നിയ്യത്തിന്റെ ആളുകളും ഉണ്ടാകും. എന്തിനാണോ നിങ്ങൾ ഹിജ്റ പോകുന്നത് അതേ നിങ്ങൾക്ക് ലഭിക്കും. ഏത് കാര്യം ചെയ്യുമ്പോഴും ഇഖ്ലാസ് നമുക്ക് വേണം. ഇഖ്ലാസ് ഇല്ലെങ്കിൽ നാം എത്ര വലുതായി കണ്ടതും അത് വെറുതെയായി തീരും എന്ന് നാം ചിന്തിക്കുക. ഹിജ്റയുടെ സാഹചര്യം പാഠങ്ങൾ ഉൾക്കൊണ്ട് നാം ജീവിക്കുക. എന്തിനു വേണ്ടി ഹിജ്റ പോയി? വെറുതെ സുഖസൗകര്യങ്ങൾ തേടിക്കൊണ്ട് പോയതല്ല. അവർ പൂർവാധികം ശക്തി സംഭരിക്കുവാൻ വേണ്ടിയും ഇസ്ലാമിന് വേണ്ടി പോരാടാൻ വേണ്ടി ഉറച്ചുകൊണ്ട് തൗഹീദിന്റെ പ്രബോധനത്തിന് വേണ്ടിയാണ് അവർ പോയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോകുന്നതിന് മുമ്പ് തന്നെ മുസ്അബ് റളിയല്ലാഹു അൻഹു പോലെയുള്ള ആളുകളെ മുഅല്ലിമുകളെ അയച്ചിരുന്നു മദീനയിലേക്ക്.
അവർ മദീനയുടെ എല്ലാ വീടുകളിലും ഈ പ്രബോധനം എത്തിച്ചിരുന്നു. അതിനുശേഷമാണ് അല്ലാഹു റസൂൽ തങ്ങൾ പോകുന്നത്. ആ പോകുന്നത് വളരെ കഷ്ടപ്പെട്ടുകൊണ്ടാണ്. എല്ലാ ഒരുക്കങ്ങളും നടത്തി. ഇന്ന് നോക്കൂ, നമ്മുടെ നാടുകളിൽ ചില ആളുകളെ പറ്റി പറയും, അദ്ദേഹം ഇവിടെയുമുണ്ട് അവിടെയുമുണ്ട്, ഇവിടെ ഭക്ഷണം കഴിക്കുന്നു, മക്കൾക്ക് ഹജ്ജ് ചെയ്യുന്നു. പല ആളുകളെ പറ്റിയും നാം അങ്ങനെ പറഞ്ഞു കേൾക്കാം. അല്ലാഹു റസൂൽ എന്തിനാണ്, അല്ലാഹു റസൂലിനെ കാട്ടി വലിയൊരു ആളില്ലല്ലോ, ഒരു മുത്തക്കിയില്ലല്ലോ, എന്തിനാണ് ഇത്ര ബുദ്ധിമുട്ടിയത്? അങ്ങനെയാണെങ്കിൽ അല്ലാഹു റസൂൽ ഇങ്ങനെ വിചാരിക്കുമ്പോൾ അത് മദീനത്ത് അങ്ങനെ ആയിക്കൂടായിരുന്നു. അല്ലാഹു റസൂൽ എന്തിനാണ് ബുദ്ധിമുട്ടി ഇങ്ങനെ കഷ്ടപ്പെട്ടു പോയ ഗുഹയിലിരുന്നു? എന്ത് മനസ്സിലാക്കി? ഈ റസൂലിനെ കാട്ടി വലിയ ആളുകളായിട്ട് ചില റസൂലിന്റെ സ്നേഹികളാണ്, മാഹിർ റസൂൽ, മുഹിബ്ബുർ റസൂൽ എന്നെല്ലാം പറഞ്ഞ ചില ആളുകൾ, ചില കർദ്ദന്മാർ നമ്മുടെ ഈമാൻ ഊരിയെടുക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. എത്ര ബുദ്ധിമുട്ടാണ്! ശത്രുക്കളെ കാണുന്നതിന് വേണ്ടി ഒളിച്ചിരുന്നു. ശത്രുക്കളുടെ കാൽപാദങ്ങൾ ഇങ്ങനെ കാണുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന് ഭയമായി, ശത്രുക്കൾ കണ്ടാലോ എന്ന്. അല്ലാഹു റസൂൽ ചോദിച്ചു, മൂന്നാമനായി അള്ളാഹുള്ള രണ്ടാളെ പറ്റി നീ എന്തിനെ പേടിക്കണം? മൂന്നാമനായി നമ്മോടൊപ്പം അള്ളാഹുണ്ട്. ആ ചിന്തയാണ് നമുക്ക് വേണ്ടത്. മനുഷ്യന്മാരുടെ മനസ്സുകളിൽ നിന്ന് അള്ളാഹ് എന്നുള്ള ചിന്ത മാറി മറ്റ് പല മനുഷ്യരെയും പിടിക്കുന്ന ചിന്ത ഇട്ടുകൊടുക്കാൻ വേണ്ടി ഖുറാഫാത്തിന്റെ ആളുകൾ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുകയാണ്. നാം ഉണർന്നു പ്രവർത്തിക്കുക, ഇല്ലെങ്കിൽ നാം വലിയ ദുരിതത്തിൽ അകപ്പെട്ടു പോകുമെന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇത് മുഹറം മാസമാണ്. മുഹറം 9, 10 നോമ്പ്, അത് വളരെ പ്രധാനപ്പെട്ട സുന്നത്തായി അല്ലാഹു റസൂൽ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചതാണ്. അതിനെപ്പറ്റി കുറേ ആയത്തുകളും ഹദീസുകളും ഒക്കെ നിങ്ങൾ മുമ്പ് പലതും കേട്ടതാണ്. ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. വസിയാമു യൗമി ആശൂറാ അഹ്തസിബു അലല്ലാഹി അൻ യുകഫിറ അസ്സനത അല്ലതി ഖബല. അല്ലാഹു റസൂൽ പറയാണ്, ഞാൻ മുഹറം 10 നോമ്പനുഷ്ഠിച്ചാൽ എൻ്റെ ഒരു വർഷത്തെ കഴിഞ്ഞു പോയ ഒരു വർഷത്തെ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന്. അതുപോലെ അല്ലാഹു റസൂൽ പറയുകയുണ്ടായി, ഞാൻ വരുന്ന വർഷം ഞാൻ ഉണ്ടെങ്കിൽ മുഹറം 9 നോമ്പ് നോക്കുമെന്ന് അല്ലാഹു റസൂൽ തങ്ങൾ പറയുന്നുണ്ട്. ആ നോമ്പ് എല്ലാവരും അനുഷ്ഠിക്കുക. ഹിജ്റയുടെ സന്ദേശം അത് ശിർക്കിനോട് യാതൊരു കോംപ്രമൈസും ഇല്ലാതെ, ഖുറാഫത്തിനോട് യാതൊരു കോംപ്രമൈസും ഇല്ലാതെ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി എന്തെല്ലാം ത്യാഗങ്ങൾ ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുക. എങ്കിൽ മാത്രമാണ് അള്ളാഹു നമ്മെ തൃപ്തിപ്പെടുക. ഇല്ലെങ്കിൽ അള്ളാഹു അവന്റെ കൽപ്പനയുമായി നമ്മുടെ എതിർക്കാൻ വരും എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിലുണ്ടായിരിക്കുക. നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ പാപങ്ങളും തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് വിട്ടുകൊടുത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. ഇവരൊരിക്കലും അത്തരം തെറ്റുകുറ്റങ്ങളിലേക്ക് പോകാൻ നമ്മുടെ മനസ്സിനെ അള്ളാഹു നിയന്ത്രിച്ചു നിർത്തുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ദുരിതം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അള്ളാഹു ശാന്തിയും സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വഅദിൽ അശ്ശിർക വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാത്ത്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം.